2022 ജൂൺ 19 മുതൽ 24 വരെയുള്ള പത്രങ്ങളിൽ വന്ന ആനുകാലിക സംഭവങ്ങൾ, അതായത് പേപ്പർ കട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജൂൺ 19 മുതൽ 24 വരെ നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങൾ, മത്സര പരീക്ഷയ്ക്ക് ആവശ്യമായ ചില പ്രധാന സംഭവങ്ങൾ എന്തെല്ലാം എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഫ്രഞ്ച് സിനിമയുടെ മുഖമുദ്രയായിട്ടുള്ള ജീൻ ലൂയി ട്രിങ്കന്റ് അന്തരിച്ചു എന്നുള്ളതാണ്. ഫ്രഞ്ച് സിനിമ പ്രശസ്തനാണ്, ഫ്രഞ്ച് സിനിമാ നടനാണ്. ഫ്രഞ്ച് സിനിമകളിലൂടെ ലോക സിനിമയിലേക്ക് വലിയ സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു ജീൻ ലൂയി ട്രിങ്കന്റ് എന്ന് പറയുന്നത്. 3 കളേഴ്സ്, റോഡിസോയിഡ്, ദ കൺഫോമിസ്റ്റ് ആൻഡ് അമോർ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ സിനിമകൾ. 60 വർഷമായി സിനിമാ രംഗത്തുള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ഈ ജീൻ ലൂയി ട്രിങ്കന്റ് ഏത് രാജ്യക്കാരനായിരുന്നു? ഒന്ന്, അദ്ദേഹം ഫ്രഞ്ചുകാരനായിരുന്നു. 2, ഏതു മേഖലയിലെ പ്രശസ്തനായിരുന്നു വെച്ചാൽ സിനിമാ മേഖലയിലെ പ്രശസ്തനായിരുന്നു. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ജീൻ ലൂയി ട്രിങ്കന്റ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു എന്ന ചോദ്യമാണ് ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് ഉത്തരം എഴുതാവുന്നതാണ്. മറ്റൊന്ന്, തെക്കേ അമേരിക്കൻ രാജ്യമായിട്ടുള്ള കൊളംബിയയിൽ ആദ്യമായി ഇടതുപക്ഷത്തു നിന്നും ഒരു പ്രസിഡന്റ് ചുമതലയേൽക്കുന്നു എന്നുള്ളതാണ്. തലസ്ഥാനമായ ബൊഗോട്ടയിലെ മേയറായിരുന്ന ഗുസ്താവോ പെട്രോ ആണ്. അപ്പൊ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്, ഗുസ്താവോ പെട്രോ ആണ് പുതിയ കൊളംബിയൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. 62കാരനായ ഗുസ്താവോ പെട്രോ ആണ്. ഗുസ്താവോ പെട്രോയാണ് പുതിയ കൊളംബിയൻ പ്രസിഡന്റ് എന്ന് പറയുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകത കൂടെയുണ്ട്. വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആഫ്രിക്കൻ വംശജയായ ഫ്രാൻസിയ മാർക്കോസ് ആണ്. കൊളംബിയ പോലുള്ള രാജ്യത്ത് ആ പദവിയിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വംശജയാണ് അവർ. ആഫ്രിക്കൻ വംശജയ ഫ്രാൻസിയ മാർക്കോസ് എന്നാണ് വനിതാ പ്രസിഡന്റാണ്. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗുസ്താവോ പെട്രോയാണ് എന്ത് പ്രസിഡന്റ്. ഇത് രണ്ടും ഉണ്ടായിട്ടുള്ളത് കൊളംബിയയിലാണ്. അപ്പൊ കൊളംബിയയിൽ ആദ്യമായിട്ട് ഒരു ഇടതുപക്ഷ പ്രസിഡന്റ് ചുമതലയേൽക്കുന്നു. ഫ്രാൻസിയ മാർക്കോസ് ആണ് അപ്പൊ അവിടുത്തെ വൈസ് പ്രസിഡന്റ്. അത് ആഫ്രിക്കൻ വൈസ് പ്രസിഡന്റ് ആണ്. കൊളംബിയ ഈ കാണുന്നതാണ്, തെക്കേ അമേരിക്കൻ രാജ്യമാണ് കൊളംബിയ എന്ന് പറയുന്നത്. 2022 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുപ്പും മറ്റ് അനുബന്ധമായ കാര്യങ്ങളും ഇലക്ഷന് ശേഷം നമ്മൾ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യും. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പുതിയ 2 മുഖങ്ങളാണ്. ദ്രൗപദി മുർമുവും അതേപോലെ യശ്വന്ത് സിൻഹയുമാണ്. NDA സ്ഥാനാർത്ഥി ഒഡീഷയിൽ നിന്നുള്ള ആദിവാസി നേതാവാണ് ദ്രൗപദി മുർമുവും. പ്രതിപക്ഷത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ളത് തൃണമൂൽ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള യശ്വന്ത് സിൻഹയുമാണ് മത്സരിക്കുന്നത്. മത്സരം ജൂലൈയിൽ നടന്നതിന് ശേഷം ജൂലൈ 18-നാണ് മത്സരം നടക്കുന്നത്. ഈ വർഷത്തെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, നമ്മുടെ പുതിയ രാഷ്ട്രപതിയെ ആ ദിവസം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇവര് തമ്മിലാണ് മത്സരം. ബാക്കി കൂടുതൽ വാർത്തകൾ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ ഇതേ ഫോറത്തിൽ ചർച്ച ചെയ്യുന്നതാണ്. രുചിര കാംബോജ് UNOയിലുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി പുതിയ ആളെ തിരഞ്ഞെടുത്തു. രുചിര കാംബോജ് എന്നാണ് പുതിയ IFSകാരിയായ രുചിര കാംബോജ് ആണ് പുതിയ ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തത്. ആരെയാണ്? രുചിര കാംബോജ്. അപ്പൊ രുചിര കാംബോജ് ഏത് മേഖലയിൽ പ്രശസ്തയായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രശസ്തയാണ്. ഇപ്പോൾ ഏത് പദവിയിലാണെന്നൊക്കെ ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഈ ഉത്തരം നമുക്ക് എഴുതാൻ പറ്റുക. മറ്റൊന്ന്, ദക്ഷിണ കൊറിയയും സ്വന്തം റോക്കറ്റിൽ ഉപഗ്രഹം വിക്ഷേപിച്ച് ചരിത്രത്തിന്റെ ഭാഗമായി മാറി. സ്വന്തമായി നിർമ്മിച്ച റോക്കറ്റ് ദക്ഷിണ കൊറിയ ആദ്യമായി തന്റെ ഉപഗ്രഹവും വിക്ഷേപിച്ചു. ദ കൊറിയൻ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 2 എന്നാണ് റോക്കറ്റിന്റെ ഔദ്യോഗിക പേര്. എന്നാൽ നൂറി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് അതാണ്, നൂറി. സ്വന്തം റോക്കറ്റിൽ ഉപഗ്രഹം വിക്ഷേപിച്ച് ദക്ഷിണ കൊറിയയും ലോകത്ത് സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിക്കുന്ന 10ാമത്തെ രാജ്യമായി ദക്ഷിണ കൊറിയ മാറി. അപ്പൊ ഈ പറയപ്പെടുന്ന നൂറി എന്ന ഉപഗ്രഹത്തെ വിക്ഷേപിച്ചിട്ടുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ദക്ഷിണ കൊറിയ ആണ്. മറക്കരുത്, ദക്ഷിണ കൊറിയ ആണ്. ജസ്റ്റിസ് രാമചന്ദ്രൻ നായരാണ് മുന്നോക്കക്കാരിലെ സാമ്പത്തിക പിന്നോക്കക്കാർക്കുള്ള കമ്മീഷന്റെ പുതിയ ചെയർമാൻ. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷനായി മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ നിയമിക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചു. അപ്പം മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തുന്നതിനുള്ള
കമ്മീഷന്റെ അധ്യക്ഷനാണ് ആര്? ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ എന്ന് പറയുന്നത്. 2022 ജൂൺ 21 നമ്മുടെ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പമുണ്ടായി. ഏകദേശം 1000-ഓളം മരണപ്പെട്ടു. മരണസംഖ്യ അതിൽ കൂടുതലാണ്. അപ്പൊ ഈ മാസം, ഈ 2022 ജൂൺ മാസത്തിൽ ഭൂകമ്പമുണ്ടായ നമ്മുടെ അയൽരാജ്യം ഏതെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. മറ്റൊന്ന്, 2022 ജൂൺ 21 ആഗോള യോഗാ ദിനം. നമുക്കറിയാം, ജൂൺ 21 യോഗാ ദിനമായി ആചരിക്കുകയാണ് കഴിഞ്ഞ 8 വർഷമായിട്ട്. അപ്പൊ ഈ ചോദ്യം എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ഈ വർഷത്തെ ആഗോള യോഗയുടെ വേദി എന്ന് പറയുന്നത് മൈസൂർ ആയിരുന്നു. അപ്പൊ മൈസൂരിൽ വെച്ചാണ് പ്രധാനമന്ത്രി അന്താരാഷ്ട്ര തലത്തിലുള്ള 8ാമത് യോഗ ദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത് മറക്കരുത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഭാരത് ഗൗരവ് തീവണ്ടി വ്യാഴാഴ്ച നേപ്പാളിലെത്തി എന്നുള്ളതാണ്. അതായത് 2022 ജൂൺ 23 ഈ പറയപ്പെടുന്ന തീവണ്ടി നേപ്പാളിലെത്തി എന്നുള്ളതാണ്. എന്താണ് ഭാരത് ഗൗരവ് എന്ന് പറയുന്നത്? ഇന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസാണ് ഈ ഭാരത് ഗൗരവ് എന്ന് പറയുന്നത്. ചരിത്രപരമായ സ്ഥലങ്ങളെയും സാംസ്കാരികപരമായ സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസാണ് ഈ പറയുന്ന ഭാരത് ഗൗരവ്. അത് ഇന്ത്യയിൽ ഉടനീളമുണ്ട്. അതിൽ നേപ്പാളും ഇന്ത്യയും തീർത്ഥാടന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആദ്യ ട്രെയിനാണ്. അത് നേപ്പാൾ, ഇന്ത്യക്ക് പുറത്തൊരു രാജ്യത്തേക്ക് ഭാരത് ഗൗരവ് പോകുന്നത് നേപ്പാളിലേക്കാണ്. 500 തീർത്ഥാടകരുമായി ഡൽഹിയിലെ സഫ്ദർജംഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചൊവ്വാഴ്ചയാണ് യാത്ര തിരിച്ചത്. നേപ്പാളിലെ ജാനക്പൂർ ധാം സ്റ്റേഷനിൽ ഇവർക്ക് സ്വീകരണം നൽകി. ജാനക്പൂർ ധാമിൽ നിന്ന് തീർത്ഥാടകർ റോഡ് മാർഗം സീതാ മാർഹയിലേക്ക് തിരിക്കും. ശ്രീരാമനും സീതയുമായി ബന്ധപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ് രാമായണ സർക്യൂട്ടിൽ അതിലെ അയോധ്യ, നന്ദിഗ്രാം, സീതാമാർഹി, വാരണാസി, പ്രയാഗ്രാജ്, ചിത്രകൂട്, പഞ്ചവടി, ഹംപി, രാമേശ്വരം, ഭദ്രാചലം, ജാനക്പൂർ എന്നീ സ്ഥലങ്ങൾ ഈ തീർത്ഥാടന പാതയിലുണ്ട്. അപ്പൊ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ സാംസ്കാരിക ബന്ധപ്പെട്ട സ്ഥലങ്ങളെയും മറ്റും ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ട്രെയിൻ സർവീസാണ് ഈ ഭാരത് ഗൗരവ് എന്ന് പറയുന്നത്. ഭാരത് ഗൗരവ് ഇന്ത്യക്ക് പുറത്തോട്ട് ആദ്യമായി യാത്ര നടത്തിയത് നേപ്പാളിലോട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AC റെയിൽവേ സ്റ്റേഷൻ കർണാടകയിലെ ബാംഗ്ലൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ്. ഇന്ത്യയിലെ ആദ്യത്തെ AC റെയിൽവേ ടെർമിനൽ എന്ന് പറയുന്നത് M വിശ്വേശ്വരയ്യ ടെർമിനൽ ആണ്. ബാംഗ്ലൂരിലെ M വിശ്വേശ്വരയ്യ ടെർമിനൽ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ AC ടെർമിനൽ എന്ന് പറയുന്നത്. M വിശ്വേശ്വരയ്യ ടെർമിനൽ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ AC ടെർമിനൽ എന്ന് പറയുന്നത്. ഇതാണ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ജൂൺ മാസം 18 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ആവശ്യമുള്ള ചില പത്രങ്ങളിൽ വരുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്.